നമസ്കാരം. ഓണക്കാലത്ത് സി മലയാളം ന്യൂസിന് അതിഥികളായി ലഭിച്ചിരിക്കുന്നത് രണ്ട് കൊച്ചു വലിയ മിടുക്കികളെയാണ്. ഒന്ന് നമ്മുടെ പല പടങ്ങൾ വന്നിട്ടും ഇപ്പോഴും മാളികപ്പുറം ദേവനന്ദയായിട്ട് അറിയപ്പെടുന്ന നമ്മുടെ ദേവനന്ദ. ഹായ്. ഹലോ. രണ്ടാമതിരിക്കുന്നത് ശ്രേയ കുട്ടിയായിരുന്നു, ശ്രേയ ജയദീപ്. ഇപ്പോൾ കുട്ടിയൊന്നുമല്ല, ഇപ്പോൾ വലിയ കുട്ടിയാണ്, ഇപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. രണ്ടുപേരെയും കൂടെ നമുക്ക് ഓണത്തിന് കിട്ടിയിരിക്കുകയാണ്. ദീപു 7ാം ക്ലാസ്സിലായി. അതെ. മാളികപ്പുറം ചെയ്യുമ്പം മാളികപ്പുറത്തില് ഞാൻ 4ാം ക്ലാസ്. 4ാം ക്ലാസ്. ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് 3 കൊല്ലം ആകാൻ പോകുന്നു. അങ്ങനെ അങ്ങ് ഫാസ്റ്റ് ആക്കൊന്നും വേണ്ടല്ലേ, 3 കൊല്ലം ആകാൻ പോകുന്നേ ഉള്ളൂ. ശ്രേയ മ്യൂസിക് പഠിത്തത്തിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മ്യൂസിക് പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്. 4 വയസ്സുള്ളപ്പോൾ മുതലേ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പൊ മ്യൂസിക് ആണ് പഠിക്കുന്നത്? അതെ. അല്ല, ഡിഗ്രി ചെയ്യുന്നത് വേറെ സബ്ജക്റ്റ് ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഡിഗ്രി ചെയ്യുന്നത് വേറെ സബ്ജക്റ്റ് ആണ്. പക്ഷെ പാട്ടും അതിന്റെ കൂടെ തന്നെ, പാട്ടിനാണ് മോർ ഇമ്പോർട്ടൻസ്. എന്ത് പഠിച്ചാലും നമ്മൾ പാട്ടിൽ തന്നെ വന്ന് നിൽക്കും. അതെ, അതത്രേ ഉള്ളൂ. പാട്ടാണ് മെയിൻ. ദേവിന്റെ ഖോഖോ എപ്പോഴും വരും? കോക്കോനെ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പൊ അവിടെ കൊക്കോ കുറച്ച് റെഡി ആയിക്കൊണ്ടിരിക്കും. ഖോഖോ ആരാണെന്നൊരു സംശയം തോന്നുമായിരിക്കും. വരും, 4 കാലുണ്ട് ഖോഖോയ്ക്ക്. കണ്ടപ്പോ നമുക്ക് തന്നെ പേടിയായിപ്പോയി. കുറച്ചു നേരം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന്. പേടിയോ? പിന്നെ പേടിയാവോ? അത് ദേവിനല്ലേ കൊച്ച്, അത്ര വലുതൊന്നും അല്ല, ഞങ്ങൾക്ക് കണ്ടാ പേടി വരും. ആ പാടെ എന്റെ 2 കണ്ണു പോലും വെളിയിൽ കാണാനില്ല. കണ്ണ് കാണാൻ പറ്റൂല, മുടി കാരണം കണ്ണ് കാണൂല. അങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ദേവിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ജിബിൻ ആളൊരു സഹൃദയനാണ്, കുഴപ്പമില്ല, മണം പിടിക്കാൻ വരുന്നതാണ്, മണം പിടിച്ചങ്ങ് പോയിട്ട് പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളുന്നു. എന്തായാലും ആളെ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു പേടി എനിക്കുണ്ട്, വരുമ്പോ വരട്ടെ. അതെ, പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും വരുമ്പോ കമ്പനി ആയോ? പിന്നെ ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടാ. കാരണം ചേച്ചിക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ ചേച്ചിയായിട്ട് കളിക്കും, ഓടിച്ചാടി നടക്കും. ഭയങ്കര സന്തോഷം ചേച്ചി വരുന്ന കാണാൻ. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ചേച്ചി വരുന്നെന്ന് പറയുമ്പോ. പിന്നെ ചേച്ചിയുടെ വണ്ടി പോകും, ചില സമയം കാറിലൊക്കെ പോകുമ്പോൾ കാറ് കയറും. ചേച്ചി ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്? ഞാൻ ഇടക്കിടക്ക് വരാറുണ്ട്. ഞാൻ ഇവിടെ ഈ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. അപ്പം ഇടക്കിടക്ക് വരാറുണ്ട്. അതെങ്ങനെ ഭയങ്കര ക്ലോസ് ആയി? നമ്മള് ശരിക്കും ക്ലോസ് ആവുന്നത്, നമ്മളൊരു ഓസ്ട്രേലിയ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷം മുമ്പാണ്. ദേവുടെ മാളികപ്പുറം ഇറങ്ങി ആ വർഷം. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ഷോ ആയിട്ട് പോയതായിരുന്നു. ഒരു 2 ആഴ്ചത്തോളം ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ കഴിഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ വന്നൊരു ബോണ്ടിങ്. പിന്നെ നാട്ടിലെത്തിയിട്ടും നമ്മൾ സ്ഥിരമായിട്ട് കാണും, അതേപോലെ വീട്ടിൽ കൂടും. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഓസ്ട്രേലിയ സമയത്ത്. ഞങ്ങൾ ആദ്യം ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു പരിപാടിക്ക് കണ്ടത്. അന്ന് ജസ്റ്റ് കണ്ടു, എനിക്ക് വേറൊരു പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു, അപ്പൊ വേഗം പോയി. പക്ഷെ പിന്നെ ഓസ്ട്രേലിയ കണ്ടപ്പോ ഞങ്ങള് ഭയങ്കര കൂട്ടായി. ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. ഞാൻ ചേച്ചിയുടെ സോങ്സിന് ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്ര അടുത്ത്, ലൈക്ക് ഇത്രയും ക്ലോസ് ആകുന്നു. ഇപ്പൊ ചേച്ചി ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോകും, ഞങ്ങൾ ഇടയ്ക്ക് കറങ്ങാൻ പോകും. ദേവിന്റെ ഫാനാണോ? പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സത്യത്തിൽ ഞാൻ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആ സമയം +2 എക്സാം എഴുതാണ്. അപ്പം എൻ്റെ അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് പോയി കണ്ടു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഈ സിനിമ ദേവുമായിട്ട് ഓസ്ട്രേലിയയിൽ നമ്മൾ ഒരു ഷോയ്ക്ക് പോയി. ആ ഒരു ബോണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ മാളികപ്പുറം പറഞ്ഞ സിനിമ ആണ്. ആ സിനിമ എനിക്ക് കണ്ടപ്പോഴേക്കും ഈ ചെറുത് അപ്പോഴേക്കും ഞാനായിട്ട് ഭയങ്കര ക്ലോസും ആയിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ട് കുറേ കരഞ്ഞു, എനിക്ക് ഭയങ്കര കുറേ സെൻറ്റിമെൻ്റലായി. പിന്നെ അങ്ങനെ ഞാൻ വലിയ ഫാനായി. എന്തിനാ കരഞ്ഞേ? അത് ദേവുടെ അഭിനയം, അതിൽ കരയാനുള്ള കുറേ എലിമെന്റ്സ് ഉണ്ടല്ലോ. അതിൽ ആ അച്ഛൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നൊരു കാര്യവും, അതും ആ കുട്ടി മാല അഴിക്കുന്നതും, അതൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് എന്നെ വിളിച്ചിരുന്നു, ഞാൻ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പ്രസിഡന്റ് അന്നേ കണ്ടു. ചേച്ചിയുടെ അമ്മ ഓസ്ട്രേലിയ കണ്ടപ്പോഴേ പറഞ്ഞു ഞാൻ സിനിമ കണ്ടിരുന്നു, ഇഷ്ടായിന്ന്. ചേച്ചി അത് കഴിഞ്ഞിട്ട് പോയി കണ്ടിട്ട് അപ്പൊ തന്നെ എനിക്കൊന്ന് എത്തി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ചേച്ചി പോയി കണ്ടു. ആ ബോണ്ട് വന്നോണ്ടാണ്, അല്ല ചിലപ്പോ കാണൂലായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞേട്ടാ, ഞാൻ പിന്നെയാണ് കണ്ടതെന്ന്. എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, വെറുതെ. അല്ല, വല്ലതും ഉണ്ടായാൽ ഈ പറഞ്ഞ പോലെ നാട്ടുകാർ കാണുമല്ലോ, അതൊരു സന്തോഷമല്ലേ, നാട്ടുകാർക്ക് ഇത് കാണാൻ ഭയങ്കര സന്തോഷമല്ലേ. ഇത് രണ്ടും കൂടെ അടി ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തൊക്കെയായി ഓണമൊക്കെ ഇടുമ്പോഴായി? ഓണം നന്നായിട്ട് പോകുന്നു. എനിക്കിപ്പം ഷോസും ഓണത്തിന് പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ ഓണത്തിന്റെ അന്ന് വീട്ടുകാരുമായിട്ട് വീട്ടിലുണ്ട്. സുമതി വളവൊക്കെ? സുമതി ഇപ്പോ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം 4 ആഴ്ചത്തോളം ആയി. എന്നാലും നല്ല കളക്ഷൻ ഉണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ സുമതി വളവിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. എന്തൊക്കെയാ പരിപാടി ഓണത്തിന്? ഓണത്തിന് ഉദ്ഘാടനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഉദ്ഘാടനങ്ങൾ ഉണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. നല്ല പൈസ കിട്ടും? അതെനിക്കറിയത്തില്ല. പൈസ ആരാ വാങ്ങിക്കുന്നത്?
പൈസ അച്ഛനാണോ വാങ്ങിക്കുന്നത്? അച്ഛനായിരിക്കും. ആ പൈസ അല്ല, അവിടെ പോകുക, ഉദ്ഘാടനം ചെയ്യുക. അവിടെ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ ക്ലോത്തിങ്ങിൻ്റെ ആയിരിക്കും. അപ്പോൾ ഉദ്ഘാടനം മാത്രമല്ല, ഇപ്പോൾ ഓരോ ആനുവൽ ഡേയ്സ്, അമ്പലങ്ങളിലെ പരിപാടികൾ. ഇപ്പോൾ ഓണമായതുകൊണ്ട് അമ്പലങ്ങളിലെ പരിപാടികളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ചിലപ്പോൾ ട്രിപ്പ് പോകുമായിരിക്കും ഫാമിലി ആയിട്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഓണസമയത്ത് ആകുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് വരും. ഓണം ഇവിടെ ആയിരിക്കും കൂടുന്നത് ഞങ്ങൾ. പുതിയ പ്രോജക്റ്റ് വരുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടു. കുറെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സസ്പെൻസ്. നമ്മൾ ഫീസൊക്കെ ഉയർത്തിച്ചോ? അത് ഞാൻ പറയൂല. അവക്കത് അറിയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്ക്രിപ്റ്റ് പോലും വായിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഫീസിന്റെ കാര്യവും എനിക്കറിയാം. അല്ല, അത് സംഭവം എന്താണെന്നറിയോ? അതായത് മുമ്പ് സീല് അടക്കം വന്നിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ദേവ് സംസാരിക്കുമ്പോൾ ദേവ് ഭയങ്കര മുതിർന്ന കുട്ടിയായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുള്ളൊരു പരക്കെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. അവസാനം ദേവ് തന്നെ തീരുമാനിച്ചു ഇനി ഞാൻ കുറച്ച് കാലത്തേക്ക് മിണ്ടുന്നില്ലെന്ന്. അതുകൊണ്ടൊരു എഡിറ്റ് ദേവ് വെച്ചിരിക്കുകയാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല. കാരണം ഞാൻ തീരുമാനിക്കില്ല ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്ന്. ഞാൻ വേണ്ടത്രയും സംസാരിക്കും, എനിക്ക് തോന്നുന്നത് പറയും, ആവശ്യത്തിനേ പറയുള്ളൂ, എൻ്റെതായ രീതിയിൽ ആവശ്യത്തിന് പറയും. അതിൽ നമുക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല, നമ്മൾ പറയും. റിഗ്രറ്റ്സിന്റെ ആവശ്യമില്ല, അതെ, നമുക്ക് പക്ഷെ പറയേണ്ടത് നമ്മൾ നമ്മൾ ബോധ്യത്തിൽ നിന്ന് വേണ്ടത് പറയുന്നത്. പറയും. അതും ഇപ്പൊ അവരെ പേടിച്ച് മിണ്ടാതിരിക്കണമെന്നില്ല. ഇപ്പൊ കുറച്ച് നാള് മീഡിയയിൽ ഇത്തിരി നേരം ഞാൻ മാറി നിൽക്കേണ്ടി വന്നിരുന്നു, ഷൂട്ടിങ്ങിന്റെ കാര്യമായിട്ട്, സുമനോളവിന്റെ ഷൂട്ടിങ്ങും ഇതൊക്കെ ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിൽ വരട്ടി ഇപ്പൊ മീഡിയ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട്. കാരണം സുമനോളവിന്റെ പ്രൊമോഷൻസ് ആണെങ്കിലും ഇപ്പോൾ ഇനാഗ്രേഷൻ, ഇന്ന് രാവിലെ പോയി ഇനാഗ്രേഷൻ മീഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചോദിച്ചാലും അത് പറയും, അല്ലാതെ മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, നമുക്ക് പറയേണ്ടത് നമ്മൾ പറയണം. ഇപ്പൊ ശ്രേയ ചേച്ചിയായാലും ഞാനായാലും മീഡിയ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഞങ്ങൾ ഉത്തരം പറയാറുണ്ട്, അല്ലാതെ മാറി നിൽക്കാറില്ല ഞങ്ങൾ. ഈ പലപ്പോഴും ചേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുകയും സീൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പം ശരിക്കും ആ കുട്ടി ആക്ട് ചെയ്യുന്നതാണോ, ശരിക്കും ആ കുട്ടി അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടി, ദേവിൻ്റെ അച്ഛൻ വളരെ നന്നായി സംസാരിക്കുന്ന ഒരു ആളാണ്, വളരെ മനോഹരമായി ഇടപഴകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ കുട്ടി നല്ല രീതിയിൽ, പിന്നെ അവൾ ഇടപഴകുന്ന ഇടങ്ങളൊക്കെ വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ്, ആക്ടേഴ്സിൻ്റെ കൂടെയാണ്, വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ്. അവൾക്ക് ഇത്തിരി പാകത വരുന്നതിലും എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നല്ല പണിയെടുത്തു. അവൾ ഒരിക്കലും ഒരു കുട്ടിത്വം ഇല്ലാത്ത കുട്ടിയല്ല, അവൾക്ക് കുട്ടിത്വം ഉണ്ടല്ലോ. അതാണ്, അവള് മെച്ചുവേർഡും ആണ്. ആ സെയിം ടൈമിൽ തന്നെ അവൾക്ക് ആ കുട്ടിത്വം, അവളുടെ പ്രായത്തിന്റെ ആ കുട്ടിത്വവും ഉണ്ട്. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. അതെ, അത്രേ ഉള്ളൂ. അതും എല്ലാവരും അല്ല, ഇപ്പൊ കൊറേ ജനങ്ങളുണ്ട് ഇപ്പൊ സ്നേഹം തരുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ഈ ജനങ്ങളാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും സ്നേഹമുള്ള അവരായിരിക്കും. അപ്പൊ അവര് തരുന്ന സ്നേഹം കാണുമ്പോഴാണ് ആക്ച്വലി നമുക്ക് സന്തോഷം വരുന്നത്. കാരണം നമ്മൾ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതല്ലേ വേണ്ടേ? അതെ, അതാ നമ്മൾ ഈ കുട്ടിയായിരുന്ന ശ്രേയ കുട്ടി ഇപ്പൊ വലിയ കുട്ടിയായപ്പോ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? കുട്ടിയായപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടി എത്തിയിട്ടുണ്ടല്ലേ? ക്യാമറ തട്ടി എന്റെ പൊന്നനിയാ. കുഞ്ഞി വാടാ, അവൻ അങ്ങനെ നടക്കുകയാണ്. അവിടെ ചേട്ടന്മാരെല്ലാരും ഇത്തിരി നേരത്തേക്ക് മക്കളെടാ അതുകൊണ്ട് ചേച്ചി വിളിക്കുന്ന അങ്ങോട്ടല്ല. അത് തന്നെ നമ്മുടെ കോക്കോ ഉടുപ്പൊക്കെ ഇടിച്ചു വരുമെന്നാണല്ലോ പറഞ്ഞത്. ഇത് തന്നെ ഇറങ്ങി വന്നതാണ്, ഉടുപ്പൊന്നും ഇടിക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ എന്തോ അനക്കം കേട്ടപ്പോ ഇങ്ങനെ വന്നു. വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്തോ ഇവിടെ നടക്കുന്നത് അറിയോ? എന്താ നടക്കുന്ന അറിയോ കോക്കോ? കോക്കോ എന്നാ വിട ഞാൻ, പാവം കോക്കോ. കുഴപ്പമില്ല, നമ്മുടെ ക്യാമറ തട്ടാതെ അങ്ങ് പോയാൽ മതി, കുഴപ്പമില്ല. പോയി ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വാ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഈ പിന്നെന്താണ് കുട്ടിയായിരുന്ന ശ്രേയ ഇപ്പം വലിയ കുട്ടിയായ ശ്രേയ. അപ്പൊ കുട്ടിയായിരുന്നപ്പോഴെന്ന് പറഞ്ഞപ്പോഴാണ് കോക്കോ വന്നുകൊണ്ടിരുന്നത്. ബാക്കി പറഞ്ഞു. കുട്ടിയായിരുന്നപ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടെ പെട്ടെന്നൊക്കെ മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ വലുതായതോടും ആൾക്കാർക്ക് ഞാൻ ആ വലുതായി എന്നുള്ള ഒരു കാര്യം പലർക്കും വലുതായോ, ഇത്ര പെട്ടെന്ന് വലുതായോ, ഇത്ര ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയോ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പോൾ ഉള്ളത്. പൊതുവേ ആൾക്കാർക്ക് കണ്ടാലും സംശയം, ഞാൻ ഇന്ന ആളെന്നെയാണോ, ശ്രേയ ആണോ,
അങ്ങനത്തെ സംശയങ്ങളൊക്കെ ആൾക്കാർക്കുണ്ട്. അതല്ലാതെ വലിയ വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് മാറ്റമൊന്നുമില്ല. എനിക്കൊരു മാറ്റമില്ല. എന്നാലും നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ലേ കുട്ടിയായിരിക്കുമ്പോൾ? കാഴ്ചപ്പാടിലിപ്പം നമ്മൾ സീരിയസ് ആയിട്ട് പാട്ടിനെ കാണാൻ തുടങ്ങി, കുറെ കൂടെ സീരിയസ് ആയിട്ട്. പിന്നെ ഞാൻ ചെറുതാവുന്ന സമയത്താണെങ്കിലും പഠിക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയി. ഇപ്പം ഇൻഡിവിജ്വലി തന്നെയാണ് ഇപ്പം ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നത്. ഞാൻ ചെന്നൈയിലാണ് പാട്ട് പഠിക്കുന്നത്. അപ്പം മന്ത്ലി ചെന്നൈയിൽ പോയിട്ട് പഠിച്ചിട്ട് വരിക. അങ്ങനെ നേരിട്ട് പോവും. മന്ത്ലി പോവും. ഞാൻ കർണാടക സംഗീതവും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വോക്കലും പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ചെന്നൈയിലാണ്. സോ മന്ത്ലി ഇങ്ങനെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ പോകുമ്പോൾ ക്ലാസ് ഒരു 6 days, ഒരു 3 days നിൽക്കും. 6 classes ആയിട്ട് കിട്ടും. അങ്ങനത്തെ രീതിയിൽ പോകും. രാവിലെയും വൈകിട്ടും ക്ലാസ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ പോയി പഠിച്ച് തിരിച്ചു വരും. അങ്ങനെയാണ് പാട്ടിന്റെ പഠനം നടക്കുന്നത്. പിന്നെ അതല്ലാതെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ബാൻഡ് ഉണ്ട്, ശ്രേയ കളക്റ്റീവ് എന്നാണ് ബാൻഡിന്റെ പേര്. നമ്മളിപ്പോ ബാൻഡ് മെല്ലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പൊളിക്കാൻ പോവാണ്. അപ്പം നമ്മളപ്പോ ഇപ്പം ഞാൻ അതിന്റെ കുറച്ച് ബാൻഡ് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. പിന്നെ അതേപോലെ ഇപ്പം മൂവി സോങ്സിനെക്കാളും ഇപ്പം ഒരു ഓൺ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ട് ഞാൻ എന്റെ സ്വന്തം വർക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ ബാൻഡിൽ എത്ര കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്? കവേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവ് അല്ലേ? ഭയങ്കര ആക്റ്റീവ് ആണ് ചേച്ചി. അപ്പൊ ഇങ്ങനെ കവേഴ്സും മെല്ലെ മെല്ലെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പേഴ്സ്, ഇങ്ങനെ ഫില്ലേഴ്സ് പോലെ ഇങ്ങനെ ഇടും. പിന്നെ ഇപ്പം മെയിനായിട്ട് ഓൺ കമ്പോസിഷൻ സോങ്സിലാണ്. ഓൺ കമ്പോസിഷൻ ഏതൊക്കെയാ പറ കേക്കട്ടെ, നമ്മള് രസകരമായിട്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതെ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വർക്ക്സ് നടക്കുന്നുണ്ട്. ബാൻഡിൽ എത്ര പേരുണ്ട്? ബാൻഡ് 5 piece ബാൻഡാണ്. കീബോർഡ്, ഒരു ഗിറ്റാർ, ഒരു ബേസ്, പിന്നെ ഒരു ഡ്രം, പിന്നെ നമ്മള് കോഴിക്കോടിലെ ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ കോഴിക്കോട്, കൊച്ചിയൊക്കെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഒരു ഫീച്ചറിംഗ് ആയിട്ട് ഒരു മെയിൽ സിംഗറോ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടാവും. അങ്ങനെയായിട്ടാണ് നമ്മൾ ഷോസ് 2-3 ഷോസ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി കുറച്ചും കൂടി അതെ 2-3 ഷോസ് നന്നാവും. നാട്ടിൽ തന്നെ 2-3 ഷോസിൽ ചെയ്തു. ഇനിയപ്പോ കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണം. പരിപാടി എനിക്കിപ്പോ ഇത് തന്നെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സ്കൂളിലും പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? സ്കൂളില് ഇപ്പൊ ഈ 27-നാണ് സ്കൂളില് ഓണാഘോഷം. അപ്പൊ അവിടെ ഓണപരിപാടികൾക്കൊക്കെ ഉണ്ട്. സ്കൂളിൽ ഇപ്പൊ എക്സാം ഈ ഒക്ടോബറിൽ തുടങ്ങും. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. പറ്റുമ്പോഴെല്ലാം സ്കൂളിൽ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ. പിന്നെ വർഷത്തിൽ എത്ര ദിവസം പോകും? ഇപ്പൊ ഈ വർഷം കുറച്ചും കൂടെ പോകുന്നുണ്ട്. മാളികപ്പുറം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വർഷം ഞാൻ ആകെ എക്സാം എഴുതാൻ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, കുറച്ചും കൂടെ എക്സാം പോയി, കുറച്ചും കൂടെ പഠിക്കുന്നുണ്ട് അവിടെ പോയി. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പം ഇപ്പൊ 7ാം ക്ലാസ് ആയി, ഇനി അടുത്ത 8, 9, 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ നമ്മള് ഇരുന്ന് പഠിക്കണം. ഇതിപ്പോ ഒരു 1-2 ദേവ് നല്ല പഠിക്കുന്ന കുട്ടി, ദേവ് നല്ല ജീനിയസ് ആയിട്ടുള്ള കുട്ടി. അപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുമ്പോ ദേവ് ഇങ്ങനെ പഠിക്കായിരിക്കും. ദേവും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ ആന്റി പഠിപ്പിക്കുന്നുണ്ടാവും, ദേവ് ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും. ശരി, ഞാൻ ശല്യം ഒന്നും പറഞ്ഞില്ല, വരെ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് അതിൽ കയറി പിടിച്ചു. സോറി ഖോഖോ. എനിക്കറിയാം അവൾ അങ്ങനത്തെ കുരുത്തക്കേടൊന്നും ചെയ്യത്തില്ല. ഓ, എന്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് എന്തൊരു വിശ്വാസം. അല്ലല്ല, ഞാൻ കണ്ടു, ഇത് അവൻ കാണിച്ച വേല തന്നെയാണ്. പക്ഷെ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഖോഖോയെ കുറ്റം പറഞ്ഞതാ. പോട്ടെ, സോറി ഖോഖോ. പറഞ്ഞു. അപ്പൊ ദേവ് ഭയങ്കര നല്ല ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. ഈ പഠിക്കുമ്പോഴാണെങ്കിലും മാർക്സിന്റെ കാര്യങ്ങളിലാണെങ്കിലും ഈ ഷൂട്ടിന്റെയും ഇടയ്ക്കും കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സ്കോറാണ്. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാംസിന് പോകുന്നൊക്കെ സമയങ്ങളുണ്ടെങ്കിലും എനിക്ക് മാർക്സ് ഞാൻ വളരെ ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, അല്ലാണ്ട് ടോപ്പർ അങ്ങനെ. പക്ഷെ ദേവ് ക്ലാസ്സിലെ ടോപ്പർ തന്നെയാണ്. അപ്പൊ ദേവ് അങ്ങനെ തന്നെ പഠിച്ചു. അപ്പൊ ഇനിയും പോകുമ്പോൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ അതിനനുസരിച്ച് പഠിച്ച്. നമ്മളിപ്പോ കുറച്ചും കൂടെ സീരിയസ് ആയോ പഠിത്തത്തിലാണ്? അക്കാഡമിക്സിൽ ഞാൻ ഇപ്പോഴും സീരിയസ് അല്ല. ഞാനും എൻ്റെ കോളേജാണെങ്കിലും ഞാൻ എനിക്ക് പറ്റുമ്പോഴാണ് പോവാറ്. അറ്റൻഡൻസ് പിന്നെ കോളേജ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന കോളേജാണ്, അതുകൊണ്ട് അറ്റൻഡൻസിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളില്ല. ഞാനും ഡിഗ്രി ഞാൻ ജേർണലിസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ജേർണലിസം ഞാൻ ചൂസ് ചെയ്തത്. എളുപ്പമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്? അതെ, എളുപ്പമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം എന്റെ മെയിൻ ഫോക്കസ് എപ്പോഴും മ്യൂസിക് ആയതുകൊണ്ട് എനിക്ക് അതും ശ്രദ്ധിക്കാൻ പറ്റണം. ഇല്ല, പക്ഷെ എനിക്കിപ്പം ഇതുവരെ ഇപ്പം ഞാൻ 2nd ഇയർ എത്തി, ഇതുവരെയുള്ള സെമസ്റ്റർ എക്സാംസോ അങ്ങനെ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
മ്യൂസിക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതെ. ജേർണലിസം കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റ് ആകാനാണെങ്കിൽ അതെനിക്ക് ആഗ്രഹമില്ല. പഠിച്ചതൊന്നും അല്ല ഈ ഫീൽഡിൽ വരുമ്പോ അതെ 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 എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞു, അത്ര അതെ അതെ വിചാരിക്കുന്ന പോലത്തെ സംഭവം അല്ല, അതെ എളുപ്പമല്ല അതെ എന്ന് അതെ. ഞാൻ പറഞ്ഞു. അപ്പം സ്കൂളിൽ ഇപ്പൊ ചെല്ലുമ്പം കൂടുതൽ ദിവസം ചെല്ലുമ്പോൾ സാർമാരൊക്കെ പഴയ പോലെ നോട്ട്സ് തരികയും അങ്ങനെയൊക്കെയാണോ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് നോട്ട്സ് തരാറുള്ളത്. അപ്പൊ പറ്റുമ്പോഴൊക്കെ ഞാൻ പോയില്ലെന്ന് അവർക്ക് അറിയാലോ, അപ്പൊ അവര് അന്നത്തെ കൃത്യം നോട്ട്സ് അയച്ചു തരും. അത് അന്നന്ന് എന്തൊക്കെയാണ് ഇനി ഹോംവർക്ക് ഉള്ളത്, ഇതൊക്കെ ടെസ്റ്റ് വരും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ചെയ്ത് കൃത്യം ഡേറ്റിൽ എല്ലാ അസൈൻമെന്റ്സും അന്ന് തന്നെ പറ്റുമ്പോഴൊക്കെ ചെയ്യണം. ഇപ്പൊ കുറെ അസൈൻമെന്റ്സ് ഇപ്പൊ തരുന്നുണ്ട്, കുറച്ചും കൂടെ 7th ആയതുകൊണ്ട് 6th അസൈൻമെന്റ്സ് ഹോംവർക്കും കൂടി. അപ്പൊ അതെല്ലാം ചെയ്യും, അതൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യും, ടെസ്റ്റും ഹോംവർക്ക് എല്ലാം എഴുതും. പിന്നെ എക്സാമിനും എല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ഒരു ടൈം മാനേജ്മെന്റ് സ്ഥാനത്തിൽ ഇങ്ങനെ പോകുന്നു. നിങ്ങൾ തമ്മിൽ ഒരുക്കിയതാണോ? എന്താ എനിക്കൊരു അങ്ങനെ സംശയം കണ്ടിട്ട് അങ്ങനെ തോന്നിയതാണ്. ഞങ്ങളുടെ മേക്കപ്പ് ശ്രീഗ്രേസ് ബൊട്ടീക്ക്, ശ്രീഗ്രേസ് ശ്രീഗ്രേസിന് ശ്രുതി ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും മേ ബി. ഞങ്ങളുടെ എന്റെ മിക്ക ഫോട്ടോഷൂട്ട്സും ചേച്ചിയാണ് ചെയ്യാറുള്ളത്. സോ ചേച്ചി എന്റെ കഴിഞ്ഞ തവണത്തെ ആണെങ്കിലും അതിന് മുന്നത്തെ തവണയാണെങ്കിലും മിക്കതും ചേച്ചി ചെയ്യാറുണ്ട്. അച്ഛനെ പറ്റി പറയാൻ 2 വാക്ക് പറഞ്ഞേ പറ്റൂ. അത് കരിച്ചാൽ സത്യത്തിൽ അച്ഛനും കൂടി ഇരുത്തി ഇത് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അച്ഛൻ പിൻവലിയാ ചെയ്തേ. അച്ഛൻ കുറച്ച് ബിസി ആയിട്ട് എല്ലാം ഇവിടെ നടത്തി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഫ്രെയിം വരെ സെറ്റ് ചെയ്തിട്ട് പോയി. അതെ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന 1-2 ചെടി ഇതെല്ലാം പുള്ളി തന്നെ പറക്കിയെടുത്ത് ഇവിടെ അതോടെ വെച്ചാൽ നന്നാവും ഇതോടെ വെച്ചാൽ നന്നാവും എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത്. ഫോട്ടോഷൂട്ടാണെങ്കിൽ ഇപ്പൊ ഊഞ്ഞാല് തന്നെ ഞങ്ങക്ക് ഓണം ഫോട്ടോഷൂട്ടിന് വേഗം ഒരു ഊഞ്ഞാല് കെട്ടണം. അപ്പൊ പെട്ടെന്ന് പോയതും കയറൊക്കെ എടുത്ത് കെട്ടിത്തന്ന ഒരിതാണ്. അത് ഞങ്ങക്ക് വേഗം ഫോട്ടോ കൃത്യമായിട്ട് എടുക്കാനും പറ്റി. എല്ലാം അച്ഛൻ എന്ന് പറഞ്ഞാ അച്ഛൻ എല്ലാം ടപ്പേന്ന് ചെയ്യും. ഒറ്റ സമയത്ത് നിന്ന് നോക്കുമല്ല. ഞാൻ വിളിക്കുന്നത് മാൻ വിത്ത് ദ പ്ലാൻ എന്നാണ്. കാരണം എല്ലാം അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ വേണമെങ്കിൽ അച്ഛൻ അപ്പൊ തന്നെ പറഞ്ഞു. ഭയങ്കര വേഗം സൊല്യൂഷൻ. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും അർജന്റ് കാര്യം നടന്നാൽ തന്നെ എന്റെ കാര്യത്തിന് മാത്രമല്ല ചേച്ചിയുടെ കാര്യത്തിനാണെങ്കിലും അച്ഛൻ അപ്പൊ തന്നെ ഓടിച്ചെന്ന് ചെയ്തു കൊടുക്കും, എല്ലാം കൃത്യമായിട്ട് നോക്കും. അച്ഛൻ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര സോഷ്യലി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആൾക്കാരായിട്ട് കുറച്ചും കൂടെ ഇടപഴകും, അതും എല്ലാരെയും ഭയങ്കര കമ്പനി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യമാണെങ്കിലും പ്രൊമോഷൻ്റെ ഇതാണെങ്കിലും എല്ലാ അച്ഛൻ കൃത്യമായിട്ട് നോക്കും. ഓക്കെ, നമ്മളിനി അടുത്ത തിയേറ്ററിൽ പോയാൽ ഈ സമയത്ത് ആ തിയേറ്ററിൽ എത്തണം. എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, അച്ഛൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ അച്ഛൻ ഓടി നടന്ന് ചെയ്യാറുള്ളതാണ്. ഇപ്പം നമുക്ക് അടുത്തൊരു കല്യാണം വരുന്നുണ്ട്, ആ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ ഓടി നടന്ന് ചെയ്യും. ഇപ്പോൾ അവിടെ ഇത് നമുക്ക് എടുക്കാം, ഈ സാധനം കിട്ടിയാൽ ഇതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അപ്പൊ തന്നെ അച്ഛൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്നതിനെക്കാട്ടും വേഗം അച്ഛൻ്റെ മൈൻഡ് ഓടുന്നത്. ഇവിടെ ചെയ്ത് ഇങ്ങനെ വരും, ഓക്കെ അപ്പൊ അത് ചിലപ്പോൾ ഇത്ര ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകില്ല. എല്ലാം കൃത്യമായിട്ട് നോക്കും, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അച്ഛൻ്റെ തിരക്കിനിടയിലും അച്ഛൻ വന്ന് എൻ്റെ കാര്യങ്ങൾക്ക് സമയം ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പൊ ഇന്റർവ്യൂവിന് തന്നെ ആണെങ്കിലും അച്ഛനാണ് വേഗം വന്ന് നോക്കി നമുക്ക് ഈ ഡ്രസ്സ് ഇടാലോ, നമുക്ക് അപ്പൊ അത് ചെയ്യാം, അപ്പൊ അതെങ്ങനെ വരുമല്ലോ, അപ്പൊ അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അച്ഛനാണ് ഓടി വന്ന് എല്ലാം നടത്തുന്നത്. ഈ ഹെക്ടിക് ഷെഡ്യൂളിനിടയ്ക്ക് എൻ്റെ സ്കൂളിലെ പരിപാടികളാണെങ്കിലും എനിക്കല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളാണെങ്കിലും സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അച്ഛനാണ് നോക്കി നടത്തുന്നത്. പക്ഷെ അമ്മയും കൂടെ ഉണ്ട്. കാരണം അമ്മയാണ് ഈ പഠിത്തത്തിന്റെ കാര്യങ്ങളാണെങ്കിലും ഡ്രസ്സ് അതുപോലെ ഹെയർ മേക്കപ്പ് ഇതൊക്കെ അമ്മയാണ് നോക്കാറുള്ളത്. അപ്പൊ ഇവര് 3 പേരും ഒന്നിച്ച് ഞങ്ങളുടെ പുറകെ നിൽക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ പാരന്റ്സ് 2 പേരും ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതും. ഞങ്ങൾക്ക് കുറച്ച് ശ്രേയ ചേച്ചിയാണെങ്കിൽ അമ്മ ശ്രേയ ചേച്ചിയുടെ കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പ്രസീതാന്റിയാണ് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ചെയ്യുന്നതും. അന്നാ ചേച്ചിയുടെ അച്ഛൻ ഓരോ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്കിളാണ് നോക്കുന്നത്. അവിടെ ചേച്ചിക്ക് ഒരു അനിയനുണ്ട്, അപ്പൊ മൂട്ടിച്ചേട്ടൻ്റെ കാര്യങ്ങളും അങ്കിൾ നോക്കും. അപ്പൊ നമ്മുടെ രണ്ടുപേരും പാരന്റ്സ് അത്രയും നോക്കി നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഫ്രീ ആയിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ ഓരോരോ പ്ലാറ്റ്ഫോം. നമുക്ക് സത്യത്തിൽ വേറെ ഒന്നും നമുക്ക് ആലോചിക്കണ്ട. ഇപ്പൊ എനിക്കാണെങ്കിലും എൻ്റെ വേറെ ഒരു കാര്യം എനിക്ക് നോക്കണ്ട. എനിക്ക് എൻ്റെ പാട്ട് ഞാൻ അതിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം തിങ്ക് ചെയ്തത്. ബാക്കിയുള്ള സൈഡിൽ മൊത്തം അമ്മയും അച്ഛനും ഫുൾ നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള എൻവയൺമെന്റ് ഫുൾ ഓക്കെ ആയി. അപ്പൊ നമ്മളെ അങ്ങ് തുറന്നു വിടുക. അതെ, നമുക്ക് നമ്മളുടേതായ ഫ്രീഡം തന്ന് നമ്മളെ
എന്ന് വെച്ചാൽ ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ മാതിരി നടക്കാനുള്ളതല്ല. നമ്മൾക്ക് നമ്മളെ ലൈഫിൽ കുറേ വാല്യൂസ് പഠിപ്പിച്ച് തരുന്നതുണ്ടല്ലോ. ആ വാല്യൂസോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു തന്ന്, അങ്ങനെ അത് പറഞ്ഞു തന്നിട്ട് ഇപ്പം ഞാൻ കൊച്ചിയിൽ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ജിബിനങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പല പല ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കാവുന്ന ആൾ ജിബിനങ്കിളിനെയാണ്. കാരണം എനിക്കിവിടെ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു സൊല്യൂഷൻ അങ്കിളടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ജിബിനങ്ങളും പ്രീതാൻ്റെയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടുകാർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് ബോധരാനില്ല. വേറെ നമുക്ക് നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് ഇപ്പം എനിക്കാണെങ്കിൽ പാട്ടാണെങ്കിലും ദേവുവിനാണെങ്കിലും ദേവുവിൻ്റെ സ്റ്റഡീസും അതുപോലെ തന്നെ ദേവുയുടെ സിനിമകളും ഷൂട്ടും ഡാൻസ് പഠിക്കുന്നത് ദേവു. അപ്പം അതെല്ലാം ഫോക്കസ് ചെയ്ത് ദേവുവിൻ്റെ കരിയർ മാത്രം സെറ്റ് ചെയ്തത്. ബാക്കി എല്ലാതും അവർ ഓക്കെ ആക്കി തന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് നമുക്ക്. ചെന്നൈയിലൊക്കെ പോകുമ്പോൾ തനിച്ച് വരിക? ഇല്ല, ചെന്നൈ പോകുമ്പോൾ അമ്മ കൂടെ വരാറുണ്ട്. കാരണം അത് അത്ര എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ പോകാറില്ല. ഞാനിപ്പോൾ കൊച്ചിയിൽ മാത്രമേ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ശീലമായിട്ടുള്ളൂ. അതല്ലാതെ ചെന്നൈയിലേക്കൊക്കെ അമ്മ കൂടെ വരാറുണ്ട്. കുഴപ്പമില്ല, കുറച്ചുകൂടെ കൊച്ചിയിലുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വരും. അതെ, ചില സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ വീട്ടിലേക്ക് വരും. ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു കസവ് അങ്ങനെ കോക്കോ ഓണക്കോടിട്ട് വന്നു. ഓണത്തിന്റെ കസവ് കിട്ടും അതിന്. അതെ, കോക്കോ സുന്ദരിയായില്ലേ ഇപ്പൊ? അത് ഇത് ചോദിക്കണം വിചാരിച്ചു. കോക്കോ സുന്ദരിയാണോ സുന്ദരനാണോ? കോക്കോ സുന്ദരിയാണല്ലേ? അതെ, അതല്ലേ. നമ്മള് ഓണത്തിന് എല്ലാ പെൺകുട്ടികളും ഇതേപോലെ നല്ല ഒരുങ്ങിയിട്ടാവുമ്പോ കോക്കോന് നിങ്ങളുടെ ഉടുപ്പിന് ചേരുന്ന തരത്തിൽ അതാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ച? ഇത്തിരി പൈസ ആയോ? ഇതൊന്നും അങ്ങനെ കോക്കോ ഇത് എനിക്ക് അറിയത്തില്ല. ഇത് വന്നപ്പോഴാണ് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശരി, കോക്കോ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കോക്കോ ശല്യം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അത്രയും പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ പറഞ്ഞു നമ്മൾ ഈ അച്ഛനമ്മമാര് അവർ തരുന്ന ഒരു സ്വാതന്ത്ര്യം, പിന്നെ അവർ തരുന്ന ഒരു സപ്പോർട്ട്. ഓക്കെ, പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പം നമുക്കതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഞങ്ങൾക്കിപ്പം അങ്ങനത്തെ ഒരു പേരൻസിനെ കിട്ടിയത്. കാരണം ഇങ്ങനൊരു ടാലന്റ് ദൈവം തന്നു. അപ്പം എനിക്കാണെങ്കിലും ദേവുവിനാണെങ്കിലും ആ ഒരു ഭാഗ്യം ദൈവം തന്നു. അപ്പോൾ അത് നല്ല പേരൻസിൻ്റെ കയ്യിൽ തന്നെ നമ്മൾ എത്തി. അപ്പോൾ അതുകൊണ്ട് പേരൻസും നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു നിലയിലുണ്ടെങ്കിൽ അത് അവർ കാരണം മാത്രമാണ്. സോഷ്യൽ മീഡിയ ദേവ് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലേ? അച്ഛനാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും കാണാറുണ്ട് എന്തൊക്കെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്, ഏതൊക്കെ ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ വീഡിയോ ആണ്, അതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്ലാറ്റ്ഫോം അച്ഛനും അമ്മയും ഒന്നിച്ചാണ് നോക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അമ്മ പലപ്പോഴും അങ്ങനെ രംഗത്ത് വരാറില്ലല്ലേ? അമ്മയ്ക്ക് അമ്മ ഒരു എന്താണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പം അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റില്ല പ്രോട്ടോകോൾ അനുസരിച്ച്. പക്ഷെ അമ്മ എപ്പോഴും എല്ലാ സപ്പോർട്ടും വേണ്ട കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത്. അമ്മേനെ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ അതിൽ അമ്മയുടെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇൻസ്റ്റഗ്രാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അടുത്തുള്ളവർക്ക് എല്ലാവർക്കും അമ്മേനെ നന്നായിട്ട് അറിയാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത്ര അധികം അമ്മേനെ അറിയത്തില്ല. കാരണം അമ്മ ഇതൊരു ഇന്റർവ്യൂവിന്, അച്ഛൻ ഇപ്പൊ ഇന്റർവ്യൂവിന് വരുന്ന പോലെ അല്ലെങ്കിൽ മീഡിയ എടുത്ത് നിൽക്കുന്ന പോലെ അമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും എന്താണ് അമ്മ എന്താണ് ചെയ്യുന്നത്, അമ്മ എവിടെയാണ്, ഇങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉണ്ട്. ശ്രേയ പിന്നെ ഇൻസ്റ്റാഗ്രാം വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇപ്പം അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സെൽഫ് ബൂസ്റ്റിംഗ് അതന്നെ നമ്മളിങ്ങനെ പാട്ടുകൾ പാടിയിടുന്നു, ഷോസ് ചെയ്യുന്നത്, അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഈ ദേവിന്റെ കാര്യം പറഞ്ഞ പോലെ ദേവിന് ഒരു സമയത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഒരു ഹേറ്റഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ പോലെ ശ്രേയയുടെ ഒരു ഫോട്ടോ കുറച്ച് നാൾ മുമ്പ് ശ്രേയ ശ്രദ്ധിച്ചിരുന്നോ? ശ്രേയയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഈ കുട്ടി വലുതായി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് അത്ര നല്ലതല്ലാത്ത ധ്വനിയിൽ ശ്രദ്ധിച്ചിരുന്നോ അത്? അങ്ങനെ എനിക്കങ്ങനെ മോശം കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വല്ല ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ്, അതായത് ഇപ്പം ഇത്ര ഇങ്ങനെ പ്രായം കൂടുമ്പോൾ ഡ്രസ്സിന്റെ നീളം കുറയുന്നു, അങ്ങനത്തെ ക്ലീശ സാധനങ്ങൾ അതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വലിയ മൈൻഡ് ചെയ്യാറില്ല. അത് കാരണം ഓരോരുത്തർ അവരവരുടെ പെർസ്പെക്റ്റീവ്സ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഒന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും എനിക്കാണെങ്കിലും ഞാനും കംഫർട്ടബിൾ ആയത് മാത്രമേ ഇടാറുള്ളൂ. അപ്പം
അതുകൊണ്ട് ഡ്രസ്സിന്റെ കാര്യങ്ങളും അതും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ ഒരു പാട്ട് ഇട്ടാലും അതിന്റെ അടിയിൽ ഒരു 10 ഗുഡ് കമന്റ്സ് ഉണ്ടെങ്കിൽ ഒരു 10 ഹേറ്റ് കമന്റ്സ് തന്നെ. എന്തായിരിക്കും ഈ ഹേറ്റ് കമന്റ്സ് പാട്ടിന്റെ അടിയിൽ ഒന്ന് പറയാം? പാട്ടിന്റെ ഇതിൽ പോരാ, ഇതിനേക്കാളും നല്ല കുട്ടികൾ പാടുന്നതുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വലിയ നമുക്കത് കാര്യമായിട്ട് കാണുമ്പോൾ എന്താ തോന്നുന്നു? ഞാൻ കാണുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ട്രെയിൻഡ് ആണെന്നുള്ളതൊക്കെ എനിക്കറിയുന്നുണ്ട്. സോ എനിക്കറിയാം എൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എത്രത്തോളം എൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ വിഷമൊന്നും വരാറില്ല. ഞാനത് കാണും, അത് അതിൽ തന്നെ വിടും. നമ്മുടെ ശക്തിയും നമ്മുടെ ദൗർബല്യവും നമുക്കറിയാലോ. അതെ. ഇപ്പൊ നാട്ടുകാർ പ്രത്യേകിച്ച് അതെ പറയണ്ടല്ലോ. അതെ അതെ. ഏതാണ് പുതിയ സിനിമ? പുതിയ മൂവീസ് പാടിയിട്ടുണ്ട്. ഇപ്പം ജോണത്തൻ ചേട്ടന്റെ തന്നെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. ഉം. പക്ഷെ അതിന്റെ പേരും കാര്യങ്ങളും എങ്ങനെയാണെന്നും അറിയില്ല. പേര് പറയാറായിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അതെ, ഒന്നും തീരുമാനമായിട്ടില്ല. നമ്മളിപ്പോ ജോണത്തൻ ചേട്ടൻ്റെ കൂടെ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഗുവിന്റെ ഇതായിട്ട് അങ്കിളായിരുന്നു ചിങ്കാരിക്കാറ്റിന്റെ ലിറിക്സ് എഴുതിയത്, ഞാനായിരുന്നു പാടിയിരുന്നത്, ജോണത്തൻ ചേട്ടനായിരുന്നു. സൂപ്പർ ഗായികയാണ്. പിന്നെ അടിപൊളിയല്ലേ? ശ്രേച്ചിച്ചാണ് പ്രൊഫഷണൽ. ഞാൻ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഓരോ പാട്ടുകൾ പഠിച്ചിട്ട് പുതിയ പാട്ടിലൊക്കെ പഠിച്ചിട്ട് പാടിത്തരും. എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചു. ദൈവം നന്നായിട്ട് പാടാറുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട് ദൈവം. ഈ ചേച്ചി കൊള്ളാം അല്ലേ? ചേച്ചി എന്റെ ചേച്ചിയെ പോലെ തന്നെയാണ് എനിക്ക്. അനിയത്തി കൊള്ളാം. പിന്നെ എന്റെ സ്വന്തമാണിത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവിയിലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം വലിയ നടിയാവട്ടെ, അതെ, ശ്രേയ വലിയ ഗായികയാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റട്ടെ. അതെ. നല്ല ഓണങ്ങൾ ഉണ്ടാകട്ടെ. അതെ. ഇത്തിരി നേരം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ, നിങ്ങളൊക്കെ വലിയ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾക്ക് ഒരു ഇച്ചിരി സമയം തന്നതിന് താങ്ക്സ്. വളരെ സന്തോഷം. താങ്ക് യു.